ആല ഇത് കുഴിമണ്ണ പഞ്ചായത്തിൽ ഇങ്ങനത്തെ ഒരു ആല ഞാൻ കണ്ടില്ല. അതെ, ടൈൽസൊക്കെ ഒട്ടിച്ച് അടിപൊളി ഉഷാറ്. ആലൻ്റെ ആളാണ് നിൽക്കുന്നത് ഉണ്ടല്ലേ. ഇയാളാണ് ആലൻ്റെ ആൾ. ഇയാൾക്ക് മൃഗങ്ങളോട് ഭയങ്കര താല്പര്യമുള്ള ആളാണ്. ഇയാളാണ് ആലൻ്റെ ആൾ. അടിപൊളി ആലേന്. ഇതാ ഓരോ കുറ്റിയും കൊത്തും. എത്ര വെച്ചിന്? 1 2 3 4 5 6 7 8 9 പശുക്കളെ കെട്ട. ഇതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പുല്ലുട്ടിയാണ്. എന്താണ് ഒക്കെ വൃത്തിയാക്കി റെഡിയാക്കി അടിപൊളി ആല. ഇനിയിപ്പോൾ വല്ലപ്പം പോത്താളത്തല്ല കൂടുക, നല്ലത് ചോറ് കൂടുക. അപ്പോൾ ഇതാ ആല കുയിക്കൊക്കെ പോകാനുള്ള എല്ലാ സംവിധാനങ്ങളും ഭയങ്കര ഉഷാറായിന്. അൽഹംദുലില്ലാഹ്, മാഷാ അല്ലാഹ് മാഷാ അല്ലാഹ്. അത് സംഗതി ഉഷാറായി. പിന്നെ വളക്കുജി ഇവിടെയാണ്, കണ്ടില്ലേ? വളക്കുജി ഉണ്ടാക്കണുള്ളൂ. വളക്കുജിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കണുള്ളൂ. ഇങ്ങനെ ഇവിടെ നിന്ന് കെട്ടിപ്പൊന്തിച്ചാണ്ട് ഇവിടെ കെട്ടിപ്പൊന്തിച്ച് നല്ലൊരു വളക്കുയും അടിപൊളിയായി. ഇതിന് സർക്കാർ ചെറിയൊരു ഫണ്ടൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അതും കൂടി ഇതുമുണ്ട്. 1,74,724 റുപ്യ. അതിൽ തൊഴിലുറപ്പ് പണിക്കാരെ പണിയുണ്ട്. തൊഴിലുറപ്പ് പണിക്കാരെ പണിയുണ്ട്. കർഷകനായതുകൊണ്ട് തന്നെ സർക്കാർ കൊടുക്കുന്ന ഫണ്ടുകളൊക്കെ അയാൾക്ക് കിട്ടലുമുണ്ട്. ഹലോ സാറല്ല അല്ലേ, അടിപൊളിയാണ്. വിശാലമായിട്ട് പശുക്കൾക്ക് ഇനി ഇവിടെ തിന്നാൻ പുല്ലുണ്ടാക്കണം അല്ലേ. ഇവിടെ പുല്ലുണ്ടാക്കുക, ഈ സ്ഥലത്ത് പുല്ലുണ്ടാക്കുക, ഇവിടെ ആല. അടിപൊളി. പുല്ലൊക്കെ സർക്കാർ കൊടുക്കും. അപ്പോൾ നല്ലൊരു പശു വളർത്തൽ കേന്ദ്രം ഇവിടെ ഉണ്ടാവും. ഈ സാഹിബിൻ്റെ നേതൃത്വത്തിൽ, ഈ സഖാവിൻ്റെ നേതൃത്വത്തിൽ, അങ്ങനെ പറയാം. ഇപ്പം അതിലൊരു സങ്കടമാണ്ടവെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ സഖാവ് എന്ന് പറഞ്ഞത്. സഖാവാണ്. അടിപൊളി ആല കേട്ടോ. ഇതാ വിശാലമായ സ്ഥലമുണ്ട് ഇവിടെ.